ഹലോ എവരിവൺ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജർമ്മൻ 30 ഡേയ്സ് സീരീസിൻ്റെ ഡേ 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ A1 ലെവലിൽ അടുത്ത സെക്ഷനായിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഓക്കെ, സിഷ് ഫോർസ്റ്റലൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം A1-നകത്ത് നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെയാണ് നാമെ. നാമെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്. അറിയാം നമുക്ക് എങ്ങനെയാണ് പേര് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജർമ്മനിൽ പേര് പറയേണ്ടത്? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഷ് ഹൈസെ നമ്മുടെ പേര്. ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് അജിൻ സാമുവൽ എന്നാണെങ്കിൽ ഇഷ് ഹൈസെ അജിൻ സാമുവൽ എന്നായിരിക്കും ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ്. രണ്ടാമത്തതാണ് എന്ത്? ആൾട്ടർ. ആൾട്ടർ എന്ന് പറഞ്ഞാൽ ഏജ് ആണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇഷ് ബിൻ ഡാഷ് യാറെ ആൾട്ട്. അപ്പോൾ ആ ഡാഷിൻ്റെ അവിടെ നിങ്ങളുടെ ഏജ് പറയുക. ഏജ് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 25 ആണ്, അല്ലെങ്കിൽ 26 ആണ്, അല്ലെങ്കിൽ 18 ആണ്. ഇപ്പോൾ നമ്മൾ ഡേ 2-ൽ പഠിച്ചായിരുന്നു നമ്പേഴ്സ് എങ്ങനെയാണ് പറയുന്നത്. ആ നമ്പർ ജർമ്മനിൽ പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പം 23 ആണെന്നുണ്ടെങ്കിൽ ഇഷ് ബിൻ 23 യാറെ ആൾട്ട് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അടുത്തതാണ് ലാൻഡ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രി ആയിരിക്കണം പറയുന്നത്. ഇപ്പോൾ ജർമ്മനി എന്നുള്ള ഒരാളാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രി ഏതാണ്? ഇന്ത്യ എന്നുള്ള രീതിയിൽ പറയണം. അപ്പം ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ എന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലാണ് പറയുന്നത്. ജർമ്മനിൽ ഇന്ത്യനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇന്ത്യൻ, INDIEN എന്നുള്ളൊരു ലെറ്ററാണ് വരുന്നത്. അതിനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ എന്ന് വേണം പറയാൻ ലാൻഡ് ചോദിച്ചാൽ. അടുത്തതാണ് വോണോട്ട്. വോണോട്ട് എന്ന് പറഞ്ഞാൽ ലിവിങ് പ്ലേസ്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് പറയാം. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? കേരള. കേരളയ്ക്ക് വേറെ ഉച്ചാരണമൊന്നുമില്ല. അപ്പം ഇഷ് വോണെ ഇൻ കേരള എന്നാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. ക്ലിയർ ആകുന്നുണ്ടോ? അടുത്തതാണ് സ്പ്രാഹ്. സ്പ്രാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ നമ്മുടെ മദർ ടങ്ങിനെ ജർമ്മനിൽ പറയുന്നത് മുട്ടർ സ്പ്രാഹെ എന്നാണ്. അപ്പോൾ നമ്മളത് സെൻറ്റൻസ് ആക്കി പറയുവാണെങ്കിൽ മൈനെ മുട്ടർ സ്പ്രാഹെ ഈസ്റ്റ് മലയാളം എന്നുള്ള രീതിയിൽ പറയാം. ഇനി നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുമെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ സ്പ്രഹെ, ഇംഗ്ലീഷ്, ഹിന്ദി, ഐൻബിഷൻ ഡോയ്ച്ച്. അപ്പോൾ A1-ലാണെങ്കിൽ നമ്മൾ കുറച്ച് ജർമ്മനെ സംസാരിക്കത്തുള്ള എന്ന രീതിയിൽ വേണം ആൻസർ കൊടുക്കുക. അതെങ്കിൽ നമുക്ക് 2 വേർഡുകൾ യൂസ് ചെയ്യാം, ഐൻബിഷൻ അല്ലെങ്കിൽ എറ്റുവാസ്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഐൻബിഷൻ ഡോയ്ച്ച് അല്ലെങ്കിൽ എറ്റുവാസ് ഡോയ്ച്ച് എന്ന് വേണം പറയാൻ. ലാസ്റ്റാണ് ബെറൂഫ്. ലാസ്റ്റ് അല്ല, അടുത്തതാണ് ബെറൂഫ്. ബെറൂഫ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ. ഇപ്പം മെയിൽ സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ ആണെങ്കിൽ ഇഷ് ബിൻ സ്റ്റുഡൻറ് എന്ന് പറയുക. ഫീമെയിൽ ആണെങ്കിൽ ഇഷ് ബിൻ സ്റ്റുഡൻറ്റിൻ എന്ന് വേണം പറയാനായിട്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി ഏതെങ്കിലും പ്രൊഫഷൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ലോയർ ആണെങ്കിൽ മെയിൽ ആണെങ്കിൽ ദർ അൻവാൾട്ട്, ഇഷ് ബിൻ അൻവാൾട്ട് ഫോൺ ബെറൂഫ്. ഇനി ഫീമെയിൽ ആണെങ്കിൽ ഇഷ് ബിൻ അൻവാൾട്ടറിൻ ഫോൺ ബെറൂഫ് എന്നായിരിക്കും പറയുന്നത്. ഇൻജിനിയർ ആണെങ്കിൽ ഇൻജിനിയോർ മെയിൽ, ഇൻജിനിയോറിൻ ഫീമെയിൽ. ക്ലിയർ ആകുന്നുണ്ടോ? ഡോക്ടർ ആണെങ്കിൽ ആർസ്റ്റ് മെയിൽ ഡോക്ടറിനെ പറയുന്ന പേരാണ് ആർസ്റ്റ്. ഫീമെയിൽ ആണെങ്കിൽ എയർസ്റ്റിൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദെൻ അവസാനത്തെയാണ് നമ്മുടെ ഹോബീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ ഹോബീസ് പറയുകയാണെങ്കിൽ മൈനെ ഹോബീസിൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റേഡയമെറ്റർ, ആ ഒരു ഫ്രേസ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഹോബീസ് പറയുക. ഇപ്പം എൻ്റെ ഹോബീസ് പറയുകയാണെങ്കിൽ മൈനെ ഹോബീസിൻ മുസിക്കോറൻ ടാൻസൻ ഉൺ ഫുട്ബോൾ സ്പീലൻ. ഉണ്ടെന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് മീൻ, ആൻഡ് ഫുട്ബോൾ ഗെയിം. ഫുട്ബോൾ കളിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു എൻഡിങ് ഫ്രേസും കൂടെ ഉണ്ട്. അതാണ് ദസ് ഈസ്റ്റ് അല്ലസ് യുബർമിഷ് ഫീലൻ ടാഗ്. അപ്പം ഇത് ഇത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ A1-ൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.